വലതുഭാഗത്തെ വിളക്ക് ഗണപതിയാണ്. നമ്മുടെ സമ്പ്രദായത്തിലെ എല്ലാ പൂജകൾക്കും അങ്ങനെ ആണ് പതിവ്. നടുവിലത്തെ ഇത് ഭഗവതിയാണ്. കഴിച്ചിട്ടുള്ളതാണ്, അറിയാവുന്നത് ഞാൻ പ്രത്യേകിച്ച് അവർ കൂടുതൽ പറയുന്നില്ല. ഈ പത്മം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വർഗാരം, ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ വേടൻ്റെ അമ്പുകൊണ്ട് സ്വർഗാരോഹണം പോകാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഉദ്ധവര് വന്ന് ഭഗവാനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം, ഭഗവാനെ എങ്ങനെ ഞങ്ങൾ അങ്ങേ പൂജിക്കണം എന്നുള്ളത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ശിലയും ദാരു ലോഹം ലേഖ്യ സൈക്യത്തെ വിലസും മണിമയ മനം ഇങ്ങനെ 8 വിധം പ്രതിമ തന്നിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കണം എന്നെ എന്നാ പറയാം. പ്രതിമ തന്നിൽ പ്രതിഷ്ഠിപ്പതും 2 വിധം. അതായത് ഈ ശില, ലോഹങ്ങൾ, അതിലൊരു പൂജയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 18 പൂജകൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ 18 പൂജയാണ് കഴിക്കണേ. അതിൽ തന്നെ 2 വിധത്തിലാണ് പൂജയുള്ളത്. ആവാഹിച്ചിട്ട് സ്ഥിരമായിട്ടുള്ളതും ആവാഹിച്ചിട്ട് അസ്ഥിരമായിട്ടുള്ളതും. അതായത് ക്ഷേത്രത്തിലൊക്കെ വൺസ് നമ്മൾ ആവാഹിച്ചാൽ ആ ചൈതന്യം അവിടെ തന്നെ ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കില്ല. ഇപ്പോൾ രാവിലെ നമ്മളിവിടെ ഗണപതിയോം കഴിച്ചു, ഗണപതിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ആവാഹിച്ചു. അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ കൊടുത്തു, പ്രസന്ന പൂജ കഴിച്ചു, മന്ത്രങ്ങൾ കൊണ്ടും ഭക്തരെ കൊണ്ടും ഒക്കെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് അസ്ഥിരമായിട്ടുള്ള പത്മം ഇട്ടിട്ടുള്ള പൂജയാണ്. ഈ പത്മത്തിന് തന്നെ ഭയങ്കര പ്രത്യേകതയുണ്ട്. അതായത് ഈ 4 ശൂലങ്ങൾ വെച്ചിട്ട് നമ്മളെ സംരക്ഷിക്കുകയും ഇവിടെ 3 വൃത്തങ്ങൾ കാണാൻ പറ്റും. ഒരു കറുപ്പിലും ചുവപ്പിലും അതിൻ്റെ അകത്തൊരു വെള്ള വൃത്തമുണ്ട്. ഇത് 3 ഗുണങ്ങളാണ്. ഇതൊന്ന് കറുപ്പ് എന്ന് പറയുന്നത് തമോ ഗുണത്തെയാണ് കാണിക്കുക. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ചുവപ്പിലുള്ള വൃത്തം രജോ ഗുണമാണ്. അത് കഴിഞ്ഞിട്ടുള്ള വൃത്തം സത്യഗുണമാണ്. അതിൽ പ്രത്യേകിച്ച് ഗുണങ്ങൾ എന്ന് പറയാനായിട്ട് നിർഗുണ പരബ്രഹ്മം എന്നുള്ള പറയുന്നത് നല്ലതുമില്ല ചീത്തയുമില്ല. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ തമോ ഗുണം, രജോ ഗുണം, സത്യഗുണം ഇതെല്ലാം താണ്ടിയിട്ട് നടുവിൽ അഷ്ടദളങ്ങളുണ്ട്. അഷ്ടദളത്തിന് നടുവിലൊരു ബിന്ദുണ്ട്. അതിന്റെ മൂലപ്രകൃതി എന്നാണ് പറയുന്നത്. അവിടെയാണ് ശക്തിയും ശിവനും ചേർന്ന് സംഗമിക്കുന്ന സ്ഥലം. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ സങ്കല്പം വെച്ചാൽ നമ്മുടെ എല്ലാ തമോ ഗുണവും രജോ ഗുണവും സത്യഗുണവും എല്ലാ ഗുണമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ വെടിഞ്ഞിട്ടേ നമുക്ക് ഭഗവതിയിലേക്ക് എത്താൻ പറ്റും. പൂജകളെ പ്രധാനമായും 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൈവ, വൈഷ്ണവ, ശാക്തേയം എന്ന് പറയും. ശൈവം എന്ന് പറഞ്ഞാൽ ശിവപരമായിട്ടുള്ള ശിവസങ്കല്പത്തിൽ വന്നിട്ടുള്ള ദൈവങ്ങളെയൊക്കെ ചേർത്തിട്ട്, അതായത് ഇപ്പോൾ ശിവൻ, ഗണപതി, ഇതൊക്കെ ശൈവപരമായിട്ടുള്ള ദൈവങ്ങളാണ്. വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണു സംബന്ധിയായിട്ടുള്ള ഇതൊക്കെ. ശാക്തേയം എന്ന് പറഞ്ഞാൽ ഭഗവതി അമ്പാളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ശാക്തേയം അത് തന്നെ 2 തരത്തിൽ പിരിക്കപ്പെട്ടു. അതായത് ഒന്ന് ശൈവ ശാക്തേയവും വൈഷ്ണവ ശാക്തേയം എന്ന് പറയും. വൈഷ്ണവ മഹാലക്ഷ്മിയൊക്കെ വൈഷ്ണവ ശാക്തേയത്തിൽ പെടുന്നതാണ്. ഇപ്പോൾ ദുർഗ, ഭദ്രകാളിയൊക്കെ ശൈവ ശാക്തേയത്തിൽ പെടുന്നു. നിങ്ങളുടെ കുലദൈവം ഭഗവതി ആയതുകൊണ്ട് ഭഗവതിയെ ഭയങ്കരമായിട്ട് നമുക്ക് ഈ സോപ്പിടാൻ ഭയങ്കര എളുപ്പം. കാരണം നമ്മൾ എന്ത് തെറ്റ് കാണിച്ചാലും ഈ ലോകത്ത് നമ്മളോട് ക്ഷമിക്കുന്ന ഒരേ ഒരാളെ, അത് നമ്മുടെ അമ്മയാണ്. ആ അമ്മ സങ്കല്പം. അപ്പോൾ സൗന്ദര്യലഹരി പറയുന്നുണ്ട്, ഹയ്യങ്ക വീണ ഹൃദയായും, വെണ്ണ പോലെ ഉരുകുന്ന മനസ്സുള്ളവളാണ്. അപ്പോൾ ഭഗവതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുലദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മനസ്സിൽ സങ്കല്പിക്കുക. പൂജ തുടങ്ങുന്നതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ.
तन्दुजां नैरत्रयुक्तां स्मेरवतीं वरदाङ्कुशवाचां विदीर्णां प्रभजेत् भुवनेश्वर तन्दुजनव्योमोदनिन्दुं गिरीडां तन्दुजां नैरत्रयुक्तां स्मेरवतीं वरदाङ्कुशवाचां विदीर्णां प्रभजेत् भुवनेश्वर प्राणेश्वरी प्राणदाटी पंचडप्पीडरूपिणी नद्यां काञ्चनसन्निभां प्रक्वै चतुर्भृगैरस्तोक्षिप्तहिरण्मयामृतगणैरसस्यमानां बिभ्राणां वरवद्युग्ममयं त्वैरिरुज्ज्वलां क्षौमावस्थनिलम्बबिम्बलसितां वन्दे रविन्द्रस्थितां